ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. CPM സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ ആ വൈസ് ചാൻസലർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു RSS പരിപാടിയിൽ പങ്കെടുത്തത്. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്? അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഒറ്റ ബസ് പോലും, ഓർഡിനറി ബസ്, സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. കാഫിർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിൻ്റെ ആണിക്കല്ലാണ്. അത് പിടിക്കണ്ടേ? ഇപ്പം എനിക്കെതിരായിട്ടാണ് ഒരു മുദ്രാവാക്യം ഫ്ലൈറ്റിൽ വിളിക്കണമെങ്കിൽ ഞാൻ മോൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് പോരും, പറ്റുമെങ്കിൽ. ഭയങ്കര അക്രമാസക്തനല്ലെങ്കിൽ വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി ഞാൻ വിമർശിച്ചു. തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല. സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ട് അത് തെറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ആശയപരമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് ഗുരുതരമായ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിമർശിക്കുകയാണ്. അന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി. മാത്രമല്ല അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM അനുഭാവിയായിട്ടുള്ള ഒരാളായിരുന്നു. CPM സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ ആ വൈസ് ചാൻസലർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു RSS പരിപാടിയിൽ പങ്കെടുത്തത്. അതിനെ വിമർശിച്ചില്ല എന്നും മാത്രമല്ല അതിനെ ന്യായീകരിക്കുക, ഒരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഒന്നും മറന്നുപോകരുത്. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം, വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ എന്താണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം നമുക്കറിയാമല്ലോ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യും, നിയമങ്ങൾ കൊണ്ടുവരണം വന്ന എന്തെല്ലാം കള്ളപ്രചരണം നടക്കുന്നത്. ഇതൊരു കള്ളപ്രചരണം. രണ്ടാമത്തത് എന്താണ്, തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചൊരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്? അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഇപ്പോഴും വെച്ചിട്ടില്ല, അതിനു മുമ്പും വെച്ചിട്ടില്ല, ഒരു സമയത്തും വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടുമില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുമില്ല. ഇല്ലാത്ത കഥ മനസ്സിലാക്കിക്കോണം. ഇതൊന്നും അല്ല. എൻ്റെ കുറേ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുക, മനസ്സിലായില്ലേ? പിന്നെ KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യയാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ്, ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും, ഓർഡിനറി ബസ്, സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം, അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. ഓർഡിനറി ബസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്പർ കുറയ്ക്കാൻ വേണ്ടി ഇന്നലെ കണക്ക് വന്നല്ലോ, എത്ര ലക്ഷം പേരാണ് അതിൽ യാത്ര ചെയ്തതെന്ന്. ആവേശഭരിതരായി. എണ്ണം കൂടിയിട്ടല്ലേ യാത്ര ചെയ്തത്, എണ്ണം കുറഞ്ഞില്ലല്ലോ, കൂടുതലേ ചെയ്ത്. ഇന്നലത്തേക്കാളും കൂടുതൽ ആളുകളല്ലേ ഇന്ന് യാത്ര ചെയ്തത്. നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എഴുതി വെച്ചോ, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത് ഫെബ്രുവരിയിൽ. ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. ഇടുക്കിയിൽ ഒരു ഇക്കോളജിക്കൽ സോൺ പ്രഖ്യാപിച്ചു, പരിസ്ഥിതി ലോലമേഖല പ്രഖ്യാപിച്ചു. ഉടനെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയാണ്, VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന ഉടനെ ഇടുക്കിയിൽ പരിസ്ഥിതി ലോലമേഖല പ്രഖ്യാപിച്ചു.
ഈ ഗവൺമെൻറ് ഒരു കത്തടപാട് കേന്ദ്ര ഗവൺമെൻറ്റായി നടത്തിയിട്ടില്ല. ഇതെല്ലാം നടത്തിയത് ആരാ? 21/12/2024 കേന്ദ്ര സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട്. ഇതിൻ്റെ ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രപ്പോസൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തയ്യാറാക്കി 2024 കൊടുത്തു. തുടർന്ന് 5/4/2025 ഇതുമായി ബന്ധപ്പെട്ട അധിക വിവരങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷം ഈ സംരക്ഷിത വനപ്രദേശങ്ങളുടെ ഈ സെറ്റ് പ്രപ്പോസൽ ഉൾപ്പെടുന്നില്ല എന്ന് ചെറിയ സ്ഥലങ്ങൾ അധിക വിവരം വീണ്ടും കൊടുത്തു. തുടർന്ന് പ്രസ്തുത പ്രപ്പോസൽ സംബന്ധിച്ച് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അധിക വിവരങ്ങൾ കൂടി വിശദമാക്കി പുതുക്കിയ ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് 13/10/2025 സമർപ്പിച്ചിരുന്നു. അതനുസരിച്ചിട്ടാണ് പ്രപ്പോസൽ പ്രകാരം ഇരവികുളം, ചിന്നാർ, കുറിഞ്ഞിമല, ആനമുടി ഷോല, പാമ്പാടും ഷോല എന്നീ സംരക്ഷിത പ്രദേശങ്ങളുടെ കരട് ഇക്കോ സെൻസിറ്റീവ് സോൺ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ 2/6/2026 പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ 18/5 അധികാരത്തിൽ വന്ന ഞങ്ങളുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു കത്തിടപാട് നടത്തിയിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്ന് 17ാമത്തെ ദിവസം ഇക്കോ സെൻസിറ്റീവ് സോണായി ഈ ഇടുക്കിയിലെ മേഖല പ്രഖ്യാപിച്ചതിൻ്റെ മുഴുവൻ ഈ സംസ്ഥാന സർക്കാർ കൊടുത്ത പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പത്രസമ്മേളനം നടത്തി പറയാണ് ഞാൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഇത് സംഭവിച്ചത്. നുണപ്രചരണങ്ങളാണ് ഈ. ഞങ്ങൾ ഒരു മാസം തികഞ്ഞിട്ടില്ല, ഒരു ഡസനാണ് റേഷൻ വിതരണം മുഴുവൻ സ്തംഭിച്ചു. എവിടെ റേഷൻ വിതരണം സ്തംഭിച്ചത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷൻ്റെ 1 ഗ്രാം അരി ഒരു സ്ഥലത്തും കുറച്ച് കൊടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ചില സമയത്ത് 3 മാസം കൂടുതൽ അരി കൊടുക്കാൻ പറയും. ആ 3 മാസം അരി കൂടുതൽ കൊടുത്തു. അതിന് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിന് നിർദ്ദേശം വന്നാൽ കൂടുതൽ അരി കൊടുക്കും. പിന്നെ ഇനി നമ്മൾ ഈ ടൈഡ് ഓവറായി വരുന്ന അരിയുണ്ട്, അതായത് വിൽക്കപ്പെടാതെ പോകുന്ന അരി, അധികമായി കിട്ടുന്ന അരി, അത് നമ്മൾ ശേഖരിച്ച് വയ്ക്കും. എപ്പോഴാണ് ശേഖരിച്ച് വയ്ക്കണം? ഓണക്കാലത്ത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ശേഖരിച്ച് വയ്ക്കും. എന്നിട്ട് വ്യാപകമായി UDF സർക്കാർ വന്നു, റേഷൻ വിതരണം മുടങ്ങി. വ്യാജപ്രചരണമാണ്, കള്ളപ്രചരണങ്ങൾ നടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് നടക്കുന്നത്? വ്യാപകമായി ഒരു സംഘം, ഒരു കാര്യം അവർ മനസ്സിലാക്കിക്കൊള്ളണം, ഇതുപോലെ കഴിഞ്ഞ 1-2 വർഷം വ്യാപകമായി കള്ളപ്രചരണം നടത്തിയാണ് PRDയുടെ കൂടി സഹായത്തോടു കൂടി. ഇരുണ്ട കാലം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് PRDയുടെ സഹായത്തിലാണ് ചെയ്തത്. എനിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം നടത്തിയത് PRDയിലെ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടാണ്. സർക്കാർ ചെലവിലാണ് പ്രതിപക്ഷത്തിനെതിരായി അന്ന് വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തിയത്. അതെല്ലാം ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇരുന്ന് തുടങ്ങുന്നതിന് മുമ്പേയുള്ള വ്യാജമായ പ്രചരണങ്ങളുടെ 1/2 ഡസൻ വ്യാജ പ്രചരണങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. അല്ല, ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കിട്ടിയ നടപടി ശരി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 80ഓളം ഗവൺമെൻറ് പ്ലീഡർമാരെ നമ്മൾ നിയമിച്ചു. അതിൽ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരുണ്ടായി. അത് ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ഒരു വകുപ്പിൻ്റെയും സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചിട്ടില്ല. ഇന്നുവരെ ഒരാളുടെയും വകുപ്പ് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. അത് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം എറണാകുളത്ത് ചെന്നതിന് ശേഷം ലോ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കൂടി AGയുമായും DGPയുമായും ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് മന്ത്രിമാരുടെയും കൂടി സെക്രട്ടറിമാരുടെയും കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഓരോ വകുപ്പിനും വകുപ്പ് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ഇത്രയും പേര് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഇവരാർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തൊന്നും പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, ഇന്ന പശ്ചാത്തലമുള്ള ഒരാളെ ഗവൺമെൻറ് പ്ലീഡറാക്കി എന്ന് പറയും. എന്താ ചെയ്തത്? അപ്പം തന്നെ കറക്റ്റ് ചെയ്ത്. അതിൻ്റെ ആഘോഷിക്കാനുള്ള ഇത്രേ എനിക്ക് മനസ്സിലായില്ല. തെറ്റാണ് എന്ന് കണ്ടപ്പോൾ അതുമ്മ പിടിച്ച് തൂങ്ങി ആടിയില്ല, ഊഞ്ഞാലാടിയില്ല. ആ തെറ്റുമ്മ ഇരുന്നുണ്ട്. ആ തെറ്റ് കറക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ, തെറ്റുകൾ സംഭവിക്കും, നിങ്ങളടക്കം പ്രതിപക്ഷമടക്കം ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തു. ഒരു പേര് അത് കറക്റ്റ് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് എന്താണ്? ഒരു 80 പേരെ വെച്ചപ്പോൾ 80 ഈ വക്കീലന്മാരും ഇതിനു മുമ്പ് ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് നമുക്ക് AI ടൂൾ ഉപയോഗിച്ചാൽ പോലും കിട്ടില്ല. ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് ഉപയോഗിച്ചാൽ കിട്ടില്ല. അപ്പോൾ അത് വന്നപ്പോൾ
ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഉത്തരവാദിത്തം, ഇതിപ്പോൾ പിന്നെ ചിലർ പറഞ്ഞു മന്ത്രിസഭ അറിയാതെയാണ് ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന്. ഇങ്ങനെയൊന്നും തമാശ പറയരുത്. മന്ത്രിസഭയിൽ ഇത് ടേബിൾ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. മന്ത്രിസഭയിൽ ടേബിൾ ചെയ്ത് അവർക്കെല്ലാം മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോപ്പി കൊടുത്തിട്ടാ. ഇനി ആ തെറ്റ് തിരുത്തിയെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. ഞാനല്ലല്ല, പലരും പല പ്രപ്പോസലും തന്നിട്ടാണ്. ആ പ്രപ്പോസലുകളാണ് പല രീതിയിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തരുന്ന പ്രപ്പോസൽസാണ് പരിഗണിച്ച് ലോ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അകത്തൊരു ഫൈനൽ ഇതാക്കി ടേബിൾ ചെയ്യുന്നത്. ഇത് മന്ത്രിസഭയുടെ അംഗീകാരം തേടിയാണ് വെക്കുന്നത്. ഒരാളെയും അങ്ങനെ ഒരു പേര് തന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെയും ഉത്തരവാദിത്തം എനിക്ക് ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. അല്ല, ആണല്ലോ, പശ്ചാത്തലം നമ്മൾ നന്നായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന പേരുകൾ പോയതാണ്. പക്ഷേ ഇത് ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തു, നേരെ ഇതാണെന്നൊന്നും അറിയാനുള്ള സംവിധാനമില്ല. പക്ഷേ നമ്മൾ വിജിലൻസ് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വേറെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു വകുപ്പിനും ഒരു വക്കീലിനും വെച്ച വക്കീൽ ഇതുവരെ ഒരു വകുപ്പും കൊടുത്തിട്ടില്ല. അദ്ദേഹം ദേവസ്വത്തിൻ്റെ ഒരു കേസിൽ ഹാജരായിട്ടില്ല. അദ്ദേഹത്തിന് ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിച്ചിട്ടുമില്ല. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു, അല്ലാതെ ദേവസ്വം ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഇതുവരെ നിയമിച്ചിട്ടില്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഒരാളെ നിയമിച്ചിട്ടില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പിന് വേണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അതിന് പർട്ടിക്കുലർ ആളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. അത് മന്ത്രിമാരുടെ അടുത്തും സെക്രട്ടറിമാരുടെ അടുത്തും ഒക്കെ അഭിപ്രായം തേടി അവരുടെ ഈ വിഷയത്തിൽ അവരിതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, നമ്മളതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മരുന്നിൻ്റെ കാര്യത്തിലെല്ലാം നമ്മളില്ലാത്ത മരുന്നുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിപ്പയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ട്. വിത്തിൻ 24 hours നമ്മൾ ബഹ്റിനിൽ നിന്ന് ആ മരുന്ന് നമ്മൾ എത്തിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ വിഷയം നമ്മൾ പരിഹരിച്ചത്. ബഹ്റിനിൽ നിന്നാണ് ആ മരുന്ന് എത്തിച്ചത്. അടിയന്തരമായി ആ മരുന്ന് എത്തിച്ചിട്ടാണ് നമ്മൾ ആ വിഷയം തീർത്തത് യഥാർത്ഥത്തിൽ. അപ്പം മരുന്ന് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ റിബാവാരിൻ എന്ന് പറയുന്ന മരുന്നാണ്, റിബാവാരിൻ എന്നുള്ള മരുന്നാണ് നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു, മരുന്നില്ലായിരുന്നു. അപ്പോൾ ആ മരുന്നാണ് നമ്മൾ 24 hours ബഹ്റിനിൽ നിന്ന് സ്പെഷ്യൽ ഇതായിട്ട് വരുത്തിയിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊടുത്തു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല ഈ മരുന്ന്. വളരെ പ്രധാനപ്പെട്ടൊരു മരുന്നാണ്. ഒന്ന് നിപ്പ സോണാണല്ലോ, നമ്മുടെ എല്ലാ വർഷവും ഇങ്ങനെ വരുന്നതല്ലേ. അല്ലല്ല, നിങ്ങളിത് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വർഗീയമായ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ മത്സരിച്ച വടകരയിലെ ഞങ്ങളുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ ഷാഫിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ? ആ ശ്രമത്തിന് ഞങ്ങൾക്കെതിരായിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഞങ്ങളാണിത് ഉണ്ടാക്കിയെന്ന്. ഞങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞു, ഞങ്ങളല്ല. അതിന് ഒരു പയ്യനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ പയ്യൻ അയാളുടെ ഫോൺ കൊണ്ടേ പോലീസിൽ ഹാജരാക്കി. ഞങ്ങളല്ല എന്ന് പറഞ്ഞു. ഇപ്പം അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് എന്തൊരു കാപഢ്യമാണ് CPM അവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. അതേ രീതിയിൽ CPM ഇങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, കാഫർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിൻ്റെ ആണിക്കല്ലാണ്. അത് പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചു, ഒരു മുദ്രാവാക്യം വിളിച്ചു ഫ്ലൈറ്റിൽ വെച്ച്. ഇപ്പം എനിക്കെതിരായിട്ടാണ് ഒരു മുദ്രാവാക്യം ഫ്ലൈറ്റിൽ വിളിക്കണമെങ്കിൽ ഞാൻ മോൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് പോരും. പറ്റുമെങ്കിൽ ഭയങ്കര അക്രമാസക്തനല്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ച് വിളിക്കും. നമുക്കെതിരായിട്ടൊരു മുദ്ര. ഇതെന്തിനായി ചെയ്തത്? അവിടെ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ EP ജയരാജനും എല്ലാവരും ചേർന്ന് മർദ്ദിച്ചു. അതിന് കേസെടുത്തില്ല. അപ്പോൾ ഇപ്പോൾ കോടതിയാണ് പറഞ്ഞേക്കണത് അതിനും കൂടി കേസെടുക്കണമെന്ന് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചെയ്യണ്ടേതല്ല ഞങ്ങൾ ചെയ്തതാണോ? കോടതി ചെയ്താണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരണ്ടേ? ഇവരുടെ കാപഢ്യമല്ലേ, മുഖം മൂടിയാണ്.
CPM അഴിഞ്ഞു വീണത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നു എന്നതിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. നമുക്ക് പരിശോധിക്കാം നമ്മുടെ ശ്രദ്ധ. ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ SSK ഫണ്ട് ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണ്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് തന്നെ വീണ്ടും ചോദിക്കല്ലേ, അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിപ്പോൾ പറയാൻ പറ്റുമോ? ബജറ്റ് പ്രസംഗം ഇപ്പോൾ പറയാൻ പറ്റുമോ? അല്ല, എന്നിൽ നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ബജറ്റ് പ്രസംഗം. ഞാൻ പറയുന്നത് എന്താ അറിയാം, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികൾ അല്ല കേക്ക് ഞാൻ പറയണേ, ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. 20,500 കോടി ഇല്ല, അത് ഞാൻ ഉണ്ടാക്കണം. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഉണ്ടാക്കിയാലേ ഉള്ളൂ ഈ വർഷത്തെ ഈ പ്ലാൻ പ്രോജക്റ്റുകൾ നടന്നു പോവുള്ളൂ. നമുക്ക് കൃത്യമായ വഴികളുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയസമീപനവും കാഴ്ചപ്പാടും വികസന പരിപ്രേക്ഷ്യവും സമീപനവും ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു ബജറ്റായിരിക്കും. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ.